Hello students, welcome to this channel. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഹാഫ് റേഞ്ച് ഫൊറിയർ കൊസൈൻ സീരീസിൽ മൂന്നാമത്തെ പ്രോബ്ലം ആയിട്ടാണ്. അപ്പോൾ നേരത്തെ തന്നെ രണ്ട് പ്രോബ്ലംസ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ ഇന്ന് നമ്മൾ എടുത്തിരിക്കുന്നത് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് ഇൻറ്റു സൈൻ എക്സ് എന്ന ക്വസ്റ്റ്യൻ ആണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിലും ചെറിയ കാര്യങ്ങളൊക്കെ കുറച്ച് കാൽക്കുലേഷൻസ് ഒക്കെ ഡിഫറെൻ്റ് ആയിട്ട് വരുന്നുണ്ട്. പിന്നെ ഇതിലെ ഡിഡക്ഷൻ പാർട്ട് കുറച്ച് കാൽക്കുലേഷൻ എക്സ്റ്റെൻഡ് ചെയ്ത് ചെയ്യേണ്ട ഒരു കാര്യമാണ്. സോ സംതിങ് ഇസ് ഡിഫറെൻറ്റ് ഇൻ ദിസ് ക്വസ്റ്റ്യൻ. സോ ഫസ്റ്റ് ഓഫ് ഓൾ ഇതിൽ ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് ഇൻറ്റു കോസ് എക്സ്, ദാറ്റ് ഇസ് ഇൻ ഓപ്പൺ ഇൻ്റർവൽ 0,π ആണ് തന്നിരിക്കുന്നത്. അപ്പോൾ ചോദിച്ചിരിക്കുന്നത് ഹാഫ് റേഞ്ച് ഫൊറിയർ കൊസൈൻ സീരീസ്. സോ ദ ഫൊറിയർ കൊസൈൻ സീരീസ് റെപ്രസെൻറ്റേഷൻ ഓഫ് എഫ് ഓഫ് എക്സ് നമ്മൾ സാധാരണ എടുക്കുമ്പോൾ തന്നെ 0 to L ആണെങ്കിൽ നമ്മൾ എങ്ങനെ എടുക്കും? 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ലെസ് ദാൻ L മീൻസ് ദ ഫോർമുല ഇസ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു a0/2 പ്ലസ് സമ്മേഷൻ n വേരീസ് ഫ്രം 1 to infinity an into cos of n pi x divided by L. And a0 is equal to 2/π integral 0 to pi f of x dx, and an is equal to 2/π integral 0 to L. Here L is equal to pi because we are considering here the interval is from 0, L. On comparing this with 0, pi, we get L is equal to pi. So therefore ഇവിടെ നമ്മൾ 0 to pi f of x into cos of n pi x by L, that is pi. So L pi gets cancelled, so that a0 an we are getting here. After that we shall substitute this in the formula. So first of all a0 formula 2/π integral 0 to pi f of x is x into sin x. As usual എപ്പോഴും പറയും പോലെ തന്നെ കാൽക്കുലേഷനിൽ ലെറ്റ് u ഈക്വൽ ടു എക്സ് എന്ന് എടുക്കുക, dv ഈക്വൽ ടു സൈൻ എക്സ് ഡി എക്സ് എന്ന് എടുക്കുക. എന്നിട്ട് ഇതിനെ രണ്ട് സൈഡും ഇൻ്റഗ്രേറ്റ് ചെയ്യുക. ഓൺ ഇൻ്റഗ്രേറ്റിംഗ് ബോത്ത് സൈഡ്സ് യു വിൽ ഗെറ്റ് യു ഡാഷ് ഇസ് ഈക്വൽ ടു, ഇവിടെ യു ഡാഷ് ഈക്വൽ ടു 1, യു ഡബിൾ ഡാഷ് ഇസ് ഈക്വൽ ടു 0. ഇനി ഇവിടെ ഇൻ്റഗ്രൽ ഓഫ് dv ഈക്വൽ ടു എന്താണ്? v, ദാറ്റ് ഇസ് ഈക്വൽ ടു ഇൻ്റഗ്രേഷൻ ഓഫ് sin x is minus cos x. Now v1 എന്ന് പറയുന്നത് integrating v, that means it is minus cos x in the integration, which is minus sin x. Now substitute this here 2/π over the limit x into sin x dx. അപ്പോൾ അതിന് നമ്മൾ 2/π integral u dv ഫോർമുല എന്താണ്? u into v minus u dash v1. so u into v minus u dash into v1. so here കാരണം u ഡബിൾ ഡാഷ് വരുമ്പോൾ ആൻസർ 0, അത് കഴിഞ്ഞുള്ള എല്ലാ ടേംസും 0 ആയിരിക്കും. ഒരു ഷോർട്ട് മെത്തേഡ് പോലെ ഓർത്ത് വയ്ക്കുക. എക്സിൻ്റെ പവർ 1 ആണെങ്കിൽ നമുക്കിവിടെ രണ്ട് ടേംസ് മാത്രമേ കാണുള്ളൂ. എക്സിൻ്റെ പവർ 2 ആണെങ്കിൽ 3 ടേംസ് ഇവിടെ കാണും. സോ ഹിയർ 2/π ഇൻറ്റു ഇവിടെ എക്സിൻ്റെ വാല്യൂ ഇൻറ്റു ബി വാല്യൂ ഇസ് മൈനസ് കോസ് എക്സ് minus u dash value is 1 into v1 is minus sin x. അതാണ് u into v, u dash into v1. ഇങ്ങനെ ഓർത്ത് വയ്ക്കുക. ഇനി നമുക്ക് ലിമിറ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ലിമിറ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ വരുന്നത് കോസ് പൈ സൈൻ പൈ വരുന്നുണ്ട്, സൈൻ 0 വരുന്നുണ്ട്. സൈൻ 0 വാല്യൂ എന്ന് പറയുന്നത് ഇറ്റ് ഇസ് ഈക്വൽ ടു 0. സൈൻ 0 0, സൈൻ പൈ വാല്യൂ 0, കോസ് പൈ വാല്യൂ ഇസ് minus 1, the minus 1. so therefore minus into minus becomes plus. so 2/π into pi, that is equal to 2. Next term an is equal to 2/π integral 0 to pi x into sin x into cos nx dx. so here sin nx into cos nx dx, that is equal to, നമുക്ക് ഇതിനെ തിരിച്ചെഴുതാം, that is 2/π integral 0 to pi x into ഫസ്റ്റ് n ടേംസിനെ ഫസ്റ്റ് എഴുതാം, cos nx into sin x dx. now we shall apply the formula for cos a sin b formula. so we all know that it is equal to 1/2 into sin of a plus b, that is sin a cos a sin b equal to 1/2 into sin of a plus b minus sin of a minus b. so this is the formula. ഇത് അറിയാത്തവർ ഒന്ന് ട്രിഗ്നോമെട്രി ഫോർമുല ഒന്ന് എടുത്ത് നോക്കിയിട്ട് ഒന്ന് റെഫർ ചെയ്തിട്ട് പഠിക്കുന്നതായിരിക്കും നല്ലത്. cos a sin b equal to 1/2 into sin of a plus b minus sin of a minus b. അപ്പം നമുക്ക് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ a എന്ന് പറയുന്നത് nx എന്ന് എടുക്കുക ആൻഡ് b എന്ന് പറയുന്നത് x എന്ന് എടുക്കുക. സോ ദെയർഫോർ ഓൺ സബ്സ്റ്റിറ്റ്യൂട്ടിങ് ഹിയർ 1/2 ഇൻറ്റു നമ്മുടെ ഫോർമുല ഇൻ്റഗ്രൽ 0, അതായത് ഈക്വൽ ടു 2/π ഇൻ്റഗ്രൽ 0 to pi x ഇൻറ്റു അതേപടി നമ്മളിപ്പോൾ ട്രിഗ്നോമെട്രി ഫോർമുലയാണ് അപ്ലൈ ചെയ്യുന്നത്, ഇൻ്റഗ്രേഷൻ അല്ല. സോ x by x ഇൻറ്റു 1/2. അപ്പോൾ ഇവിടെ നമുക്ക് ഈ 2ഉം ക്യാൻസൽ ആവും.
ദെൻ സൈൻ ഓഫ് എ പ്ലസ് ബി, അപ്പോൾ സൈൻ ഓഫ് എൻ എക്സ് പ്ലസ് എക്സ്, അതായത് എക്സ് പുറത്തെടുക്കുമ്പോൾ സൈൻ ഓഫ് എൻ പ്ലസ് വൺ ഇൻറ്റു എക്സ് മൈനസ് സൈൻ ഓഫ് എൻ മൈനസ് വൺ ഇൻറ്റു എക്സ് ഇൻറ്റു ഡി എക്സ്. ഇനിയാണ് നമ്മൾ ഇൻ്റഗ്രേഷൻ ചെയ്യാൻ പോകുന്നത്. ഇവിടെ നമുക്ക് എക്സ് ഇൻറ്റു സൈൻ എക്സ് ആവുമ്പോൾ, അതായത് എക്സ് ഇൻറ്റു സൈൻ എക്സ് നമ്മളിവിടെ എടുക്കുമ്പോൾ നമുക്ക് വരുന്നത് ഫസ്റ്റ് രണ്ട് ടേം വരുന്നുണ്ട്. ഇപ്പോൾ ഇവിടെ നമുക്ക് ഈ ഇക്വേഷനിൽ നോക്കുമ്പോൾ എക്സ്, അതായത് സൈൻ എക്സിന് പകരം ഒരു വലിയ എക്സ്പ്രഷനാണ് നമുക്കിവിടെ വരുന്നത്. സോ വി ഹാവ് ടു സിംപ്ലിഫൈ ദിസ്, ദാറ്റ് ഈസ് ഈക്വൽ ടു 1/π ഇൻറ്റു, ആസ് യൂഷ്വൽ ഇതുപോലെ തന്നെയാണ് നമ്മളും ചെയ്യേണ്ടത്, അതായത് യു ഇൻറ്റു പി. What is u into v? u is x and v equal to ഇതിൻ്റെ ഇൻ്റഗ്രേഷൻ. അപ്പോൾ നമ്മൾ ഇതിനെ സൈൻ ഓഫ് എൻ പ്ലസ് വൺ ഇൻറ്റു എക്സ് മൈനസ് സൈൻ ഓഫ് എൻ മൈനസ് വൺ ഇൻറ്റു എക്സിന് ഇൻറ്റു ഡി എക്സിനെ ഡി വി എന്ന് എടുക്കുക. Remember that we have to take, let dv equal to sin of n plus 1 into x minus sin of n minus 1 into x. So therefore on integrating both sides we will get v equal to, ഇതിൻ്റെ ആൻസർ minus cos of n plus 1 into x by n plus 1. ഇവിടെ വീണ്ടും മൈനസ്, ഇവിടെ വീണ്ടും മൈനസ് ഇൻറ്റു മൈനസ് ബിക്കംസ് പ്ലസ് കോസ് ഓഫ് എൻ മൈനസ് വൺ ഇൻറ്റു എക്സ് ബൈ എൻ മൈനസ് വൺ, ഇങ്ങനെ നമുക്ക് വരുന്നുണ്ട്. അപ്പോൾ യു ഇൻറ്റു വി മൈനസ് യു ഡാഷ് വി വൺ. അപ്പോൾ വി വൺ എന്ന് പറയുന്നത് ഇതിനെ ഒന്നുകൂടെ ഇൻ്റഗ്രേഷൻ ചെയ്യുക. അപ്പോൾ ആൻസർ എന്തായിരിക്കും വരിക? മൈനസ് കോസിൻ്റെ ഇൻ്റഗ്രേഷൻ എന്ന് പറയുന്നത് സൈനാണ്. സോ സൈൻ ഓഫ് എൻ പ്ലസ് വൺ ഇൻറ്റു എക്സ് ബൈ ഒരു n plus 1 into n plus 1, you will get n plus 1 the whole square plus cos of, ഇവിടുത്തെ ആൻസർ വരുന്നത് നമുക്ക് n minus 1 into x by n minus 1 the whole square. ഇതാണ് നമ്മുടെ വരുന്ന ആൻസർ. അപ്പോൾ ഇവിടെ നമുക്ക് 1/π x ഇൻറ്റു ഇവിടെ നമുക്ക് u ഇൻറ്റു വി, അപ്പോൾ വി ആൻസർ ഇതാ ഇവിടെ ഉണ്ട്. അപ്പോൾ അതെടുത്ത് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. മൈനസ് യു ഡാഷ് ആൻസർ ഇസ് 1 ഇൻറ്റു വി വൺ ആൻസർ ഇതാ ഇവിടെ ഉണ്ട്. അതെടുത്ത് നമ്മളിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. എന്നിട്ട് നമ്മൾ അപ്പർ ലിമിറ്റ് ലോവർ ലിമിറ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. അപ്പോൾ ഒരു കണ്ടീഷൻ നമുക്കിവിടെ വരുന്നുണ്ട്. ഇവിടെ നോക്കുമ്പോൾ തന്നെ n ഈക്വൾ ടു 1 ഇട്ടാൽ, സപ്പോസ് n ഈക്വൾ ടു 1 ആയിക്കഴിഞ്ഞാൽ നമുക്കിവിടെ വരുന്ന ഫംഗ്ഷൻ സൈൻ ഓഫ് 1 മൈനസ് 1 ഇൻറ്റു എക്സ് ബൈ 1 മൈനസ് 1 ദ ഹോൾ സ്ക്വയർ അല്ലേ. അപ്പോൾ അതായത് സൈൻ 0/0 മീൻസ് 0/0 ഫോമാണ് വരുന്നത്. അതായത് അത് ഒരു ഇൻഡിറ്റർമിനേറ്റ് ഫോം, അങ്ങനെ ഒരു ഫോം ഇവിടെ വരാൻ പാടില്ല. അപ്പോൾ അന്നേരം നമ്മൾ എടുക്കേണ്ട ഒറ്റ കണ്ടീഷൻ n നോട്ട് ഈക്വൽ ടു 1 എന്ന കണ്ടീഷൻ എടുക്കുക. അത് ഓർമ്മയിൽ വെച്ചിട്ട് വേണം നമ്മൾ കാൽക്കുലേഷൻ മുന്നോട്ട് പോകാൻ. അപ്പോൾ നമ്മുടെ കാൽക്കുലേഷനിൽ അടുത്തതായിട്ട് ഇതിൽ വരുന്ന ടേം നമുക്ക് അതിലോട്ട് ലിമിറ്റ് അപ്ലൈ ചെയ്യാം. സോ അപ്പർ ലിമിറ്റ് ആദ്യം അപ്ലൈ ചെയ്യുക, എന്നിട്ട് ലോവർ ലിമിറ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സോ ദ നെക്സ്റ്റ് ഈസ് 1/π ഇൻറ്റു എക്സിൻ്റെ വാല്യൂ എന്താണ്? പൈ ഇൻറ്റു അപ്പർ ലിമിറ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ കോസ് ഓഫ് n പ്ലസ് 1 ഇൻറ്റു പൈ ബൈ n പ്ലസ് 1 പ്ലസ് കോസ് ഓഫ് n മൈനസ് 1 ഇൻറ്റു പൈ ബൈ n മൈനസ് 1. നെക്സ്റ്റ് ടേം, ഇവിടെ രണ്ടാമത്തെ ടേം ഇവിടെ നോക്കിക്കേ, സൈൻ ഓഫ് n പ്ലസ് 1 ഇൻറ്റു പൈ ബൈ n പ്ലസ് 1 ദ ഹോൾ സ്ക്വയർ. ഇവിടെ വരും സൈൻ ഓഫ് n മൈനസ് 1 ഇൻറ്റു പൈ ബൈ n മൈനസ് 1 ദ ഹോൾ സ്ക്വയർ. അപ്പോൾ ഞാനിവിടെ ഒരു കാൽക്കുലേഷൻ ചെയ്ത് കാണിക്കാം. അതായത് സൈൻ ഓഫ് n പ്ലസ് 1 ഇൻറ്റു പൈ, അതായത് ദാറ്റ് ഈസ് ഈക്വൽ ടു, നമുക്കറിയാം സൈൻ പൈ ആണെങ്കിലും ശരി സൈൻ n പൈ ആണെങ്കിലും ശരി അതെല്ലാ വാല്യൂവും 0. അപ്പോൾ അങ്ങനെയാണെങ്കിൽ സൈൻ ഓഫ് n പ്ലസ് 1 ഇൻറ്റു പൈയും ആൻസർ 0 തന്നെയാണ്. അപ്പോൾ നമ്മുടെ ആൻസറിൽ ഇവിടെ സൈൻ ഓഫ് n പ്ലസ് 1 ഇൻറ്റു പൈ ഈസ് ഈക്വൽ ടു 0. സിമിലർലി സൈൻ ഓഫ് n മൈനസ് 1 ഇൻറ്റു പൈ ഓൾസോ വിൽ ബി ഈക്വൽ ടു 0. സോ ദെയർഫോർ വി ഷൽ അപ്ലൈ ഹിയർ അതായത് അപ്പർ ലിമിറ്റ് ലാസ്റ്റ് രണ്ട് ടേമിന് ആൻസർ 0 ആണ്. ഇനി നമുക്ക് ലോവർ ലിമിറ്റ് അപ്ലൈ ചെയ്യാം. അപ്പോൾ നോക്കിക്കേ, ലോവർ ലിമിറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ നമ്മുടെ ആൻസർ അനുസരിച്ചിട്ട് ഇവിടെ എന്തായിരിക്കും വരുന്നത്? ഓൺ അപ്ലൈയിങ് ദ ലോവർ ലിമിറ്റ്, വാട്ട് യു ഗെറ്റ് ഹിയർ? സി, നമ്മുടെ ലോവർ ലിമിറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ എക്സ് ഇൻറ്റു ഈ ടേം ആണ്. എന്തായാലും കോസ് 0 വാല്യൂ 1 ആണ്, പക്ഷേ ഇവിടെയും കോസ് 0 വാല്യൂ 1 ആണ്. പക്ഷേ എക്സ് ഇൻറ്റു എന്ന് പറയുമ്പോൾ എന്താണ് മീനിങ്? 0 ഇൻറ്റു ദ ഹോൾ ആൻസർ, വിച്ച് മീൻസ് ദ ആൻസർ ഇസ് ഈക്വൽ ടു 0. പിന്നെ ഇവിടെ വരുമ്പോൾ എക്സ് ഈക്വൽ ടു 0 ഇടുമ്പോൾ സൈൻ 0, ഇവിടെയും 0 വരുമ്പോൾ എക്സ് ഈക്വൽ ടു 0 സൈൻ 0. സോ ദെയർഫോർ സൈൻ 0 ഈക്വൽ ടു എന്താണ്? 0. സോ ലോവർ ലിമിറ്റ് ആൻസർ എല്ലാം 0 ആണ്. അപ്പോൾ അപ്പർ ലിമിറ്റ് മാത്രമേ വരുന്നുള്ളൂ. സോ വി ആർ ഹാവിങ് 1/π
into pi into minus cos of n plus 1 into pi plus cos of n minus 1 into pi. അപ്പോൾ നമ്മുടെ ഇതിലൊരു പ്രത്യേകിച്ച് ഒരു കാൽക്കുലേഷൻ വരുന്നുണ്ട്. ആൾറെഡി ഐ ഹാവ് ഗിവൺ ദാറ്റ് കോസ് പൈ ഇസ് ഈക്വൽ ടു മൈനസ് 1. അപ്പോൾ കോസ് n pi ഈക്വൽ ടു മൈനസ് 1 ദ ഹോൾ റേസ് ടു n. സിമിലർലി കോസ് ഓഫ് n plus 1 into pi is equal to minus 1 the whole raised to n plus 1. ഇതാണ്. അപ്പോൾ നമുക്ക് ഇവിടെ ഇതിന് വരുന്ന ആൻസർ minus 1 the whole raised to n plus 1 by n plus 1 plus here minus 1 the whole raised to n minus 1 by n minus 1. So from this ഇവിടെ pi answer cancel ആവുന്നുണ്ട്. So minus of minus 1 raised to n plus 1 by n plus 1 plus minus 1 raised to n minus 1 by n minus 1. Now from this there is one more calculation we are doing here. അതായത് ഇതിലൊരു എക്സ്ട്രാ കാൽക്കുലേഷൻ നമ്മളിവിടെ ചെയ്യുന്നുണ്ട്. ഇതിൽ ഈ ടേമിൽ നിന്ന് minus 1 the whole raised to n plus 1 നമുക്ക് പുറത്തെടുക്കാം. അപ്പോൾ ഞാനത് സെപ്പറേറ്റ് ആയിട്ട് ചെയ്ത് കാണിക്കാം. അപ്പോൾ minus 1 the whole raised to n plus 1 by n plus 1 ഇവിടെ ഒരു മൈനസ് വരുന്നുണ്ട് പ്ലസ് minus 1 the whole raised to n minus 1 by n minus 1. So now here minus 1 the whole raised to n minus 1ൽ നമ്മളിപ്പോൾ ഒരു പ്ലസ് 1ഉം മൈനസ് 1ഉം കൊടുക്കുകയാണെന്ന് വെച്ചോ. അപ്പോൾ ഈ ടേം എങ്ങനെ റീറൈറ്റ് ചെയ്യാം? minus 1 the whole raised to n plus 1 ഇവിടെ ഒരു minus 1 അപ്പോൾ minus 2 വരുന്നുണ്ട്. അപ്പോൾ minus 1 ഞാനിവിടെ n-ഉം ഈ പ്ലസ് 1ഉമാണ് ഇവിടെ കമ്പൈൻ ചെയ്ത് എഴുതിയത്. സോ minus 1 the whole raised to n plus 1 into minus 1 the whole raised to minus 2. That is minus 1 the whole raised to n plus 1. ഇവിടെ whole raised to minus 2 ഡിനോമിനേറ്ററിൽ വരുമ്പോൾ എന്താവും? minus 1 the whole raised to 2 ആണ്. കാരണം ന്യൂമറേറ്ററിൽ വരുമ്പോൾ മൈനസ് ആണെങ്കിൽ ഡിനോമിനേറ്ററിൽ വരുമ്പോൾ പോസിറ്റീവ് ആയിരിക്കും. Now minus 1 the whole square equal to എന്താണ്? minus 1 the whole raised to n plus 1 by ഇവിടെ ആൻസർ ഇറ്റ് is 1. minus 1 the whole square is 1. അപ്പോൾ എനിക്ക് ഇവിടെ റീറൈറ്റ് ചെയ്യാം. ഇതിൻ്റെ ആൻസർ എങ്ങനെ എനിക്ക് റീപ്ലേസ് ചെയ്യാം? ദാറ്റ് ഇസ് minus 1 the whole raised to n plus 1 by n plus 1 പ്ലസ് വീണ്ടും ഇവിടെ ആൻസർ എന്താണ്? minus 1 the whole raised to n plus 1 by 1 into എന്താണ്? n minus 1. Now I can take minus 1 the whole raised to n plus 1 commonly outside. അപ്പോൾ എന്തായിരിക്കും വരിക? minus 1 by n plus 1 plus 1 by n minus 1. This is the answer. Now cross multiply the terms. So minus 1 the whole raised to n plus 1 into minus of n minus 1 plus n plus 1 divided by n plus 1 into n minus 1. So therefore this is minus 1 the whole raised to n plus 1 into ഇത് ബ്രാക്കറ്റ് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ minus n plus 1 plus n plus 1 divided by n plus 1 into n minus 1. So now here plus n minus n goes off. So you will get an answer minus 1 the whole raised to n plus 1 into 1 plus 1 is 2 divided by n plus 1 into n minus 1. This is the answer. ഇപ്പോൾ നമുക്ക് നമ്മുടെ ആൻസർ ഒന്ന് ക്രോസ് ചെക്ക് ചെയ്യാം. നമ്മൾ വന്ന ആൻസർ അതാണോ നോക്കിക്കേ. യെസ്, minus 1 the whole raised to n plus 1 by 2 into n square minus 1. ഇനി ഇപ്പോൾ നമ്മൾ എടുത്തിരിക്കുന്ന ഒരു പ്രത്യേകിച്ചൊരു കണ്ടീഷനുണ്ട്. അതായത് n is not equal to 1. കാരണം n not equal to 1 ഇടുമ്പോൾ തന്നെ നമുക്ക് 0/0 ഫോം വരുന്നുണ്ട്. അതുപോലെ തന്നെ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ 2/n1 എന്ന് പറയുമ്പോൾ എന്താണ്? 2/1 minus 1. 2/0 എന്ന് പറയുമ്പോൾ ഇറ്റ് വിൽ ബി ബിക്കമിങ് ദ ആൻസർ ഇസ് 2/0 is infinity എന്നായിരിക്കും വരുന്നത്. സോ വിച്ച് ഇസ് നോട്ട് എ സൊല്യൂഷൻ. അതുകൊണ്ടാണ് നമ്മൾ n not equal to 1 എന്ന കണ്ടീഷൻ സ്ട്രിക്റ്റ് ആയിട്ട് വെച്ചിരിക്കുന്നത്. അപ്പോൾ n equal to 1ൻ്റെ ആൻസർ എന്തായാലും വേണം. കാരണം നമ്മുടെ ഫൊറിയർ സീരീസിൽ സമ്മേഷൻ n വേരീസ് ഫ്രം 1 to infinity എന്നാണ് കണ്ടീഷൻ. അപ്പോൾ n equal to 1 നമ്മൾ സെപ്പറേറ്റ് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് നമ്മുടെ ഇക്വേഷൻ an എന്ന് പറഞ്ഞ് നമ്മൾ എഴുതിയിട്ടുണ്ടല്ലോ. അതായത് an equal to 2 by pi integral 0 to pi x into sin x cos nx dx. ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം, അല്ലെങ്കിൽ രണ്ടാമത്തെ സ്റ്റെപ്പിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താലും ശരി, ഏതാണെങ്കിലും ശരി നമുക്ക് സൗകര്യമായിരിക്കും. അപ്പോൾ ഫസ്റ്റിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നതിനേക്കാളും രണ്ടാമത്തെ സ്റ്റെപ്പിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ കുറച്ചുകൂടെ സിംപ്ലിഫൈഡ് ആയിരിക്കും. കാരണം നമ്മൾ അവിടെ സിംപ്ലിഫൈ ചെയ്ത് വെച്ചിരിക്കുവാണ്. സോ 1 by pi ഇൻറ്റു ഇതിൽ നമ്മൾ n equal to 1, അതായത് ഇവിടെ n എന്നിരിക്കുന്ന സ്ഥലത്ത് നമ്മൾ 1 ഇട്ട് കൊടുക്കാൻ പോവുകയാണ്. സോ therefore we will get an answer. See, what is the answer? 1 by pi into integral 0 to pi x into sin of 1 plus 1, അതായത് 2x minus sin of
n minus 1. അപ്പോൾ 1 minus 1 എന്താ 0. സൈൻ 0 വാല്യൂ എന്താണ് 0. സോ എക്സ് ഇൻറ്റു സൈൻ 2x. ഇപ്പോൾ നമ്മൾ ബെർണോളിസ് ഇക്വേഷൻ വീണ്ടും അപ്ലൈ ചെയ്യുക. അതായത് യു ഈക്വൽ ടു എക്സ് എടുത്താൽ യു ഡാഷ് 1 യു ഡബിൾ ഡാഷ് 0. ഡി വി ഈക്വൽ ടു എന്താണ് സൈൻ 2x ഇൻറ്റു ഡി എക്സ് എന്ന് എടുക്കാം. എന്നിട്ട് നമ്മൾ രണ്ട് സൈഡ് ഇൻറ്റഗ്രേഷൻ ചെയ്യുമ്പോൾ വി ഈക്വൽ ടു മൈനസ് കോസ് 2x ബൈ 2. അപ്പോൾ വി വൺ എന്താണ് വീണ്ടും ഇതിനെ ഇൻറ്റഗ്രേഷൻ ചെയ്യുമ്പോൾ മൈനസ് സൈൻ 2x ബൈ 2 ഇൻറ്റു 2 4 ആണ് നമ്മുടെ ആൻസർ. ഇനി ഇതെടുത്തിട്ട് നമ്മളിവിടെ 1/π മൈനസ് ഇവിടെ നമുക്ക് അപ്ലൈ ചെയ്യാം. അപ്പോൾ എക്സ് ഇൻറ്റു എന്താ വരിക ഇവിടെ എക്സ് ഇൻറ്റു യു ഇൻറ്റു വി മൈനസ് യു ഡാഷ് ഇൻറ്റു വി വൺ. നെക്സ്റ്റ് ടേം അടുത്ത ടേം ഉണ്ടാവില്ല, കാരണം യു ഡബിൾ ഡാഷ് എന്താണ് 0. സോ ഓൺലി 2 ടേംസ് വിൽ ബി ലെഫ്റ്റ് ഓവർ. യു ഇൻറ്റു വി മൈനസ് യു ഡാഷ് ഇൻറ്റു വി വൺ. നൗ വി ക്യാൻ ടേക്ക് സിംപ്ലിഫൈ വരുമ്പോൾ മൈനസ് എക്സ് കോസ് എക്സ് ബൈ ദ ഹോൾ ഡിവൈഡഡ് ബൈ 2 പ്ലസ് സൈൻ 2x ഡിവൈഡഡ് ബൈ 4 ഓവർ ദ ലിമിറ്റ് 0 to π. ഇനി നമുക്ക് അപ്പർ ലിമിറ്റ് അപ്ലൈ ചെയ്യാം. സോ 1/π മൈനസ് പൈ ഇൻറ്റു കോസ് 2π ബൈ 2 പ്ലസ് സൈൻ 2π ബൈ 4 ഓവർ ദ ലിമിറ്റ് 0 to π. ഇനി നമുക്ക് ഇതിൽ നിന്ന് കോസ് 2π വാല്യൂ സൈൻ 2π വാല്യൂ എന്താണ് ഇറ്റ് ഇസ് 0. കാരണം സൈൻ nπ വാല്യൂ എന്താണ് 0. ഞാനിവിടെ നേരത്തെ പറഞ്ഞു സൈൻ nπ ഈക്വൽ ടു 0, സൈൻ പൈ 0, അതേപോലെ സൈൻ 2π വാല്യൂവും 0 തന്നെയാണ്. അപ്പോൾ കോസ് 2π കോസ് പൈ വാല്യൂ മൈനസ് 1 ആണെങ്കിൽ കോസ് 2π വാല്യൂ എന്താണ് ഇറ്റ് ഇസ് ഈക്വൽ ടു പ്ലസ് 1. റിമെമ്പർ ദാറ്റ് ഹിയർ കോസ് 2π ഈക്വൽ ടു 1. സോ ഇവിടെ വരുമ്പോൾ ഈ ആൻസർ എന്താണ് 1 ആണ്. സോ 1/π മൈനസ് പൈ ബൈ 2 ഇൻറ്റു 1. സോ പൈ ഗെറ്റ്സ് ക്യാൻസൽ, മൈനസ് 1/2 ഇസ് ദ ആൻസർ. ഇനി നമുക്ക് അടുത്തത് എഫ് ഓഫ് എക്സിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. എഫ് ഓഫ് എക്സ് ഈക്വൽ ടു a0/2 പ്ലസ് സമ്മേഷൻ n വേരീസ് ഫ്രം 1 ടു ഇൻഫിനിറ്റി an ഇൻറ്റു കോസ് nx. ദാറ്റ് ഇസ് a0/2. ഞാൻ ജസ്റ്റ് ഒന്ന് എക്സ്പാൻഡ് ചെയ്തു. a1 into cos x plus a2 into cos 2x plus a3 into cos 3x etc. Therefore ഇപ്പോൾ എനിക്ക് കാരണം a1ൻ്റെ ആൻസർ നമ്മളിവിടെ സെപ്പറേറ്റ് കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പോൾ ബാക്കിയുള്ള ടേംസിനെ കമ്പൈൻ ചെയ്യുക. സോ therefore a0/2 plus a1 into cos x plus summation n varies from 2 to infinity an into cos nx. ഇപ്പോൾ a0ൻ്റെ ആൻസർ എന്താണ് 2. സോ 1/2 into 2 പ്ലസ് ഇവിടെ a1ൻ്റെ ആൻസർ മൈനസ് 1/2 into cos x plus summation n varies from 2 to infinity minus 1 the whole raised to n plus 1 into നമ്മുടെ ആൻസർ മൈനസ് 1 the whole raised to n plus 1 into 2 by n square minus 1 or 2 by n plus 1 into n minus 1 into cos nx. ഇനി നമുക്ക് ജസ്റ്റ് ഒന്ന് എക്സ്പാൻഡ് ചെയ്യാം, കാരണം ഇവിടെ നമുക്ക് പ്രൂവ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്ന കണ്ടീഷൻ ഡിഡക്ഷൻ പാർട്ട് എന്ന് പറയുന്നത് കുറച്ച് ഡിഫറെൻ്റ് ആണ്. See in the question what is asked to prove here. ഇതാണ് നമുക്ക് പ്രൂവ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്. സോ 1 plus 2 into 2 by 1 into 3 minus 2 by 3 into 5 plus 2 by 5 into 7 etc. equal to pi by 2 എന്ന് പ്രൂവ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇനി ഇതിൻ്റെ കാൽക്കുലേഷൻ എങ്ങനെ കൊണ്ടുവരാൻ നോക്കാം. See here, I have just substituted the value for n equal to 2. ഞാൻ ഫസ്റ്റ് രണ്ട് ടേം അതേപടി ഇവിടെ എഴുതിയിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ n equal to 2 ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ മൈനസ് 1 the whole cube divided by 2 divided by 3 into അതായത് n equal to 2 ഇടുമ്പോൾ 2 plus 1 3. ഇവിടെ 2 minus 1 it is 1 into cos 2x plus അടുത്ത ടേം n equal to 3 ഇടുമ്പോൾ എന്താവും മൈനസ് ഇത് n equal to 2 എന്ന ടേം ആണ്, ഇത് n equal to 3. അപ്പോൾ മൈനസ് 1 the whole raised to 3 plus 1 4 2 divided by 3 plus 1 4 3 minus 1 2 into cos 3x plus next term n equal to 4 ആണ്. അപ്പോൾ minus 1 the whole raised to 5 by into 2 divided by 4 plus 1 5 4 minus 1 3 into cos 4x. അങ്ങനെ നമ്മൾ ഇതിൻ്റെ വാല്യൂ എല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. ഇനി നമുക്ക് നോക്കേണ്ടത് ഞാൻ എപ്പോഴും പറഞ്ഞതുപോലെ തന്നെ കോസ് ആണെങ്കിൽ നമ്മുടെ ഫംഗ്ഷനിൽ കോസ് എക്സ് ആണ് വരുന്നതെങ്കിൽ അല്ലെങ്കിൽ കോസ് എൻ എക്സ് ആണ് വരുന്നതെങ്കിൽ യു ക്യാൻ ഡു എ കാൽക്കുലേഷൻ ദാറ്റ് സച്ച് ദാറ്റ് ഏതെങ്കിലും ഒരു വാല്യൂ അല്ല, നമ്മളിപ്പോൾ ആ ഇൻ്റർവെലിന് സ്യൂട്ടബിൾ ആയിട്ടുള്ള ആൻസറാണ് നമ്മളിവിടെ എടുക്കേണ്ടത്. അപ്പോൾ കോസ് എൻ എക്സ് വന്നാൽ എപ്പോഴും നമ്മൾ കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു ആൻസർ എന്ന് പറയുന്നത് 0യും പൈയുമാണ്. നമുക്കിവിടെ 0 പൈ ഇട്ട് നോക്കാം. ഇടുമ്പോൾ നമ്മുടെ ആൻസർ വരുന്നുണ്ടോ എന്ന് നോക്കാം. വരുന്നില്ല എങ്കിൽ വി ഹാവ് ടു മൂവ് ഓൺ ടു സം അനദർ കാൽക്കുലേഷൻ. സോ നമുക്കിവിടെ 0 ഇടുമ്പോൾ എന്താവും, ഇവിടെ 0 ഇടുമ്പോൾ കോസ് 0 വാല്യൂ ഇസ് 1 അല്ലേ. അപ്പോൾ ബാക്കി വരുന്ന ആൻസർ എന്തായിരിക്കും വരിക
2 by ഇവിടെ ആൻസർ cos 0 1 അപ്പോൾ ഇവിടെയും cos 0 1 അപ്പോൾ ഈ ആൻസർ 1 മൈനസ് 1 ബൈ 2 മൈനസ് 2 ബൈ 1 ഇൻറ്റു 3 പ്ലസ് 2 ബൈ 2 ഇൻറ്റു 4 മൈനസ് 2 ബൈ 3 ഇൻറ്റു 5 എല്ലാ ടേംസും ഉണ്ടാകും. പക്ഷേ നമ്മുടെ ആൻസറിൽ അതല്ലോ ചോദിച്ചിരിക്കുന്നത്. ക്വസ്റ്റ്യൻ എന്താണ്? ഇറ്റ് ഈസ് ആസ്ക്ഡ് ടു ഫൈൻഡ് ഔട്ട് സം അനദർ കാൽക്കുലേഷൻ. ഇതല്ല ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇതിന് ഈ ആൻസർ, അതായത് നമുക്ക് വേണ്ട ആൻസർ കൊണ്ടുവരാനായിട്ട് നമ്മൾ നോക്കണം. ഇതിലിപ്പോൾ നമ്മുടെ x=0 ഇടുമ്പോൾ ഈ ആൻസർ വരുന്നുണ്ടോ നോക്കിക്കേ. ഇല്ല, ഉറപ്പായിട്ട് ഈ ആൻസർ കിട്ടുന്നില്ല. ഇനി x=π ഇതിലിടുമ്പോൾ cos π വാല്യൂ എന്താണ്? -1. cos 2π വാല്യൂ ഇസ് 1. cos 3π വാല്യൂ ഇസ് -1. സോ ഇവിടെ ഇത് 1 -1 ഇത് പ്ലസ് ഇത് ദിസ് ഇസ് +1, ഇത് -1 +1 വീണ്ടും -1 ഇത് +1 ഇങ്ങനെ ഓരോ ടേംസ്. അപ്പോൾ നമ്മുടെ ആൻസറിൽ 2 ഇൻറ്റു 4 ഇല്ല, 4 ഇൻറ്റു 6 ഇല്ല, ഇങ്ങനത്തെ ടേംസ് ഇല്ല, ഈവൻ ടേംസ് ഒന്നും ഇല്ല. അവിടെ വരുന്നതെല്ലാം ഓഡ് പവേഴ്സാണ് വരുന്നത്. അപ്പോൾ ഈ രണ്ട് ആൻസർ 0 ഇട്ടാലും നമുക്ക് ആൻസർ വരുന്നില്ല. ദെയർഫോർ x=π ഇട്ട് നോക്കി, അതിലും ആൻസർ വരുന്നില്ല. സോ വി ഹാവ് ടു മൂവ് ഓൺ ടു സം അനദർ കാൽക്കുലേഷൻ. അപ്പോൾ നമ്മുടെ ഇൻ്റർവൽ അനുസരിച്ചിട്ട് 0 ആൻഡ് π ഇസ് ഓപ്പൺ ഇൻ്റർവൽ. സോ വി കാണ്ട് ഇൻക്ലൂഡ് ദീസ് 2 പോയിൻറ്റ്സ്. ഇൻ ബിറ്റ്വീൻ പോയിൻറ്റ്സ് ഏതെങ്കിലും ഇൻക്ലൂഡ് ചെയ്യാമോ? ഇൻ ബിറ്റ്വീൻ കംഫർട്ടബിൾ പോയിൻ്റ് എന്ന് പറയുന്നത് നമ്മൾ ഏറ്റവും എളുപ്പമുള്ള പോയിൻ്റ് എന്ന് പറയുന്നത് ഏതാ? π/2 അല്ലേ എടുക്കാറുള്ളത്. സോ വി ക്യാൻ അപ്ലൈ. യു ക്യാൻ ട്രൈ എനി അതർ പോയിൻറ്റ്സ്. ഇഫ് യു ഗെറ്റ് ദ ആൻസർ യു ക്യാൻ അപ്ലൈ ഹിയർ. സോ ലെറ്റ് മീ ടേക്ക് ഫസ്റ്റ് π/2. ഞാനിവിടെ π/2 എടുത്ത് നോക്കാം. π/2 എടുക്കുമ്പോൾ എൻ്റെ ആൻസർ എന്തായിരിക്കും എന്ന് നോക്കാം. അപ്പോൾ cos π/2 എന്ന് പറയുമ്പോൾ എന്താണ്? 0. ഒരു ടേം 0 ആവുന്നുണ്ട് ആദ്യമേ. അപ്പോൾ എനിക്കിവിടെ cos π/2 വാല്യൂ =0 വരുന്നുണ്ട്. cos 2x വാല്യൂ, അതായത് cos 2 ഇൻറ്റു π/2 വാല്യൂ -1, cos 3x വാല്യൂ 0 വരുന്നുണ്ട്, cos 4x വാല്യൂ =1, cos of 5x is equal to 0, cos 6x equal to -1 and cos of 7x is equal to 0 വരുന്നുണ്ട്. സോ അത് ഇത് ഓരോന്നായിട്ട് എടുത്ത് നമുക്കിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. എനിക്ക് ഓൾട്ടർനേറ്റ്ലി -1 0 +1 0 -1 എന്ന് പറഞ്ഞിട്ട് ആൻസർ എനിക്ക് വരുന്നുണ്ട്. which means that this answer is equal to cos 7π equal to 0. അപ്പോൾ ഞാനിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഫസ്റ്റ് ടേം 0, നെക്സ്റ്റ് ഇവിടെ കോൺസ്റ്റൻറ്റ് ടേം a0ൻ്റെ ടേം 1 -1/2 ഇൻറ്റു cos 0. cos 0 വാല്യൂ ഇസ് ഈക്വൽ ടു എന്താണ്? ഇറ്റ് ഇസ് ഈക്വൽ ടു cos π വാല്യൂ π/2, cos π/2 ഈക്വൽ ടു 0. നെക്സ്റ്റ് ടേം വരുമ്പോൾ cos π ആണ്, cos π -1. അപ്പോൾ ഇവിടെ മൈനസ് ഓൾറെഡി ഉണ്ട്, എക്സിസ്റ്റ് ആവുന്നുണ്ട്. മൈനസ് ഇൻറ്റു മൈനസ് ബിക്കംസ് പ്ലസ്. നെക്സ്റ്റ് ടേം അടുത്ത ടേം 0 ആവുന്നുണ്ട്, അടുത്ത ടേം പോസിറ്റീവ്, അടുത്ത ടേം 0, അടുത്ത ടേം നെഗറ്റീവ്. അപ്പോൾ ഇങ്ങനെ നമുക്ക് നെഗറ്റീവ് ഇൻറ്റു നെഗറ്റീവ് പോസിറ്റീവ്, അങ്ങനെ നമുക്ക് എല്ലാ ടേംസും ഞാനിവിടെ സെപ്പറേറ്റ് ആയിട്ട് ഇത് അത്രയും കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഡയറക്റ്റ്ലി ഞാനിവിടെ ഓരോന്നിൻ്റെ ആൻസർ, ഫസ്റ്റ് ആൻസർ 0, നെക്സ്റ്റ് ആൻസർ -1, നെക്സ്റ്റ് ആൻസർ 0, അടുത്ത ആൻസർ +1, അടുത്ത ആൻസർ 0, അങ്ങനെ ഓരോന്നായിട്ട് ഇവിടെ നിന്ന് എടുത്ത് തന്നെ ഞാനിങ്ങനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് ഞാനിവിടെ വയ്ക്കാം. അപ്പോൾ ലെഫ്റ്റ് സൈഡിൽ അതേസമയം എന്താണ്? f(x) ഈക്വൽ ടു നമ്മുടെ ഫംഗ്ഷൻ x ഇൻറ്റു sin x, അതിലോട്ട് π/2 ഇടുമ്പോൾ π/2 ഇൻറ്റു sin of π/2. സോ sin 90 വാല്യൂ ഇസ് ഈക്വൽ ടു 1 ആണ്. സോ ദെയർഫോർ π/2 ഇൻറ്റു 1 ഈക്വൽ ടു π/2. സോ വി ഷൽ സബ്സ്റ്റിറ്റ്യൂട്ട് π/2 ഇൻ ദ ലെഫ്റ്റ് സൈഡ്. സോ ദാറ്റ് ഈസ് ദ ആൻസർ. π/2 ഈക്വൽ ടു 1 + 2 ഇൻറ്റു 2/1 ഇൻറ്റു 3 -2/3 ഇൻറ്റു 5 plus 2/5 into 7 minus 2 divided by 7 into 9 plus etc. is the required answer. It is given here. So therefore നമുക്ക് ഇപ്പം നമ്മുടെ ക്വസ്റ്റ്യനിൽ ചോദിച്ച ആ ഒരു ഉത്തരം തന്നെയാണ് നമുക്ക് ഇവിടെ കിട്ടിയിരിക്കുന്നത്. That means the calculation assumption, or that means our assumption x equal to π/2 എന്ന് നമ്മൾ എടുത്ത ഈ assumption കറക്റ്റ് ആണ്. അപ്പോൾ x equal to 0 ഇട്ടിട്ടും വരത്തില്ല, x equal to π ഇട്ടാലും ആൻസർ വരുന്നില്ല. അങ്ങനെയാണെങ്കിൽ നമ്മളിപ്പോൾ x equal to π/2 എടുത്തു. കാരണം π/2 എന്ന് പറയുന്നത് ആ ഇൻ്റർവെലിനകത്ത് വരുന്നതാണ്. അതുകൊണ്ടാണ് ഇറ്റ് ഈസ് എ പോയിൻ്റ് ഓഫ് കണ്ടിന്യൂറ്റി എന്ന് എടുത്തിട്ട് നമ്മൾ ആൻസറിലോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തത്. സോ ഹോപ്പ് യു കുഡ് ഹാവ് അണ്ടർസ്റ്റുഡ് ദിസ് പ്രോബ്ലം. ഇഫ് യു ഹാവ് എനി ഡൗട്ട്സ് പ്ലീസ് കമൻറ്റ് ഇൻ ദ കമൻറ്റ് സെക്ഷൻ. താങ്ക് യു.